സോഴ്സാണ് നമ്മളിന്ന് പ്ലസ് ടു മോഡൽ എക്സാമിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ തോന്നില്ലേ? ഒന്നാമത് ഇന്റഗ്രേഷൻ, രണ്ടാമത്തെ ഡിഫറൻസിയേഷൻ, പിന്നുള്ളത് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, പിന്നെ ലാസ്റ്റ് ഡിറ്റർമിനൻസ്. ഇത്രയുണ്ട് നമുക്ക് എക്സാമിന് വരുന്നത്. ഞാൻ ഇതൊന്ന് ഡെറിവേറ്റീവ്സിനുള്ളിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. 4 മാർക്സിന്റെ വരെ വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് എടുക്കാൻ പോകുന്നത്. ക്വസ്റ്റൻ ഇങ്ങനെയാണ്: ഫൈൻഡ് dy by dx. ഇങ്ങനെ ക്വസ്റ്റൻ തുടങ്ങുന്ന ശ്രദ്ധിച്ചാണോ? ഫൈൻഡ് dy by dx എന്ന ഡിഫറൻഷിയേറ്റ് എന്ന് ചോദിക്കുന്നു, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് എന്ന്, ഇങ്ങനെ പല രീതിയിൽ കൂടെ ക്വസ്റ്റൻ ചോദിക്കാം. ഫൈൻഡ് dy by dx എന്ന് ചോദിക്കുന്ന ക്വസ്റ്റന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റിനുള്ളിൽ y എന്ന് പറയുന്ന വേരിയബിൾ കാണും. y ഓൾറെഡി ക്വസ്റ്റിനുള്ളിൽ കാണും. y ഓൾറെഡി ക്വസ്റ്റിനുള്ളിൽ ഉണ്ടെങ്കിൽ അവിടെ ഡിഫറൻഷിയേറ്റ് എന്നല്ല ചോദിക്കുന്നത്, ഫൈൻഡ് dy by dx എന്നായിരിക്കും. ഇതാണ് നമ്മുടെ ക്വസ്റ്റൻ. x raised to y is equal to y raised to x. x raised to y equal to y raised to x നിന്നും dy by dx നെ നമ്മൾ കണ്ടുപിടിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് x raised to y equal to y raised to x എന്ന് എടുക്കണം. ഇനി ഇത് ഏത് ടോപ്പിക് ആണെന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ്. എങ്ങനെ നമുക്ക് തിരിച്ചറിയുന്നത് ലോഗരിതമിക് ആണെന്ന്? റേസ് ടു കിടക്കുന്നുണ്ട്, എക്സ് റേസ് ടു വൈ, വൈ റേസ് ടു എക്സ്. ഇങ്ങനെ ബേസിലും പവറിലും എക്സും വൈയും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോഗരിതമിക്കേ പറ്റുള്ളൂ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലെഫ്റ്റിലും റൈറ്റിലും ലോഗ് എടുക്കണേ. അപ്പൊ ടേക്കിംഗ് ലോഗ് എന്നങ്ങോട്ട് എഴുതണം. ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ ദാറ്റ് ഈസ് ലോഗ് എക്സ് റേസ് ടു വൈ ഈസ് ഈക്വൽ ടു ലോഗ് വൈ റേസ് ടു എക്സ്. അപ്പൊ ലെഫ്റ്റിലും റൈറ്റിലും ലോഗിനെ എടുത്തു. നെക്സ്റ്റ് ഇവിടുന്ന് y ഇങ്ങ് പുറത്ത് വരുമ്പോൾ ദാറ്റ് ഈസ് y ലോഗ് എക്സ്. ഇവിടുന്ന് x ഇങ്ങ് പുറത്ത് വരുമ്പോൾ x ഇൻറ്റു ലോഗ് y. ഇതാണ് ലോഗ് എടുത്തവിടെ പ്രയോജനം എന്ന് പറയാൻ, പവറുകളെ ഇങ്ങ് പുറത്തെടുക്കുക. ഇപ്പൊ നോക്കിക്കേ, എങ്ങുമേ പവർ ഇല്ല. y ഇൻറ്റു ലോഗ് എക്സ്, x ഇൻറ്റു ലോഗ് y. അപ്പൊ നമുക്ക് ലെഫ്റ്റ് നമുക്ക് ഡിഫറൻഷിയേറ്റ് നടത്താം, റൈറ്റിനെ ഡിഫറൻഷിയേറ്റ് നടത്തുമ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് എഴുതണം. y ലോഗ് എക്സിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഒറ്റ വഴിയുള്ളൂ, പ്രോഡക്റ്റ് ഉള്ളൂ. എന്തുകൊണ്ടാ? y എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ല, ഫംഗ്ഷനാ. ലോഗ് എക്സും മറ്റൊരു ഫംഗ്ഷനാ, ഇടയ്ക്ക് ഇൻറ്റു ആണ്, y ഇൻറ്റു ലോഗ് എക്സ്. അപ്പോൾ ഇത് ഏത് റൂളിലേ പറ്റുള്ളൂ? പ്രോഡക്റ്റ് റൂൾ. ഇവിടെയും എക്സ് ഇൻറ്റു ലോഗ് വൈ എന്ന് പറയുന്നത് എക്സ് ഒരു ഫംഗ്ഷൻ ആണ്, ലോഗ് വൈ മറ്റൊരു ഫംഗ്ഷൻ ആണ്, അവിടെ ഇൻറ്റു ആണ്. അപ്പൊ നമുക്ക് ലെഫ്റ്റും റൈറ്റും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ലോഗ് എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy by dx. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കിയാണ്, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. റൈറ്റ് സൈഡും എക്സ് ഇൻറ്റു ലോഗ് വൈ ചെയ്യുമ്പോൾ എക്സ് ആകുമ്പോൾ നമ്മുടെ ഫസ്റ്റ്, ലോഗ് വൈ നമ്മുടെ സെക്കൻഡ് ആണ്. അഗൈൻ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് 1 by y ഇൻറ്റു dy by dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് ലോഗ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, എക്സിന്റെ എത്ര മനെ 1. അങ്ങനെ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഡിഫറൻസിയേഷൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് എന്താണ്? അറേഞ്ച് ചെയ്യണം. എന്താണ് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ, dy by dx ഉള്ളതെല്ലാം ഇടത്തെ സൈഡിൽ, dy by dx ഇല്ലാത്ത എല്ലാം വലത്തെ സൈഡിൽ, അങ്ങനെ രണ്ടാക്കി ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇപ്പൊ dx ഉള്ളതാണ് അവനെ, ഇതൊരു dx ഉള്ള ടൈം അല്ലേ, ഇതും dx ഉള്ളതാണ്. പക്ഷെ ഇവിടെ dx ഇല്ല, ഇവിടെയും dx ഇല്ല. അപ്പൊ dx ഉള്ള രണ്ടുപേര്, ഇത് രണ്ടും ഇല്ലാത്തത്. അപ്പൊ രണ്ടുപേരെ ഒരുമിച്ചാക്കാൻ വേണ്ടി ഇവരെ രണ്ടുപേരെ ഒരുമിച്ചാക്കുമ്പോ ഞാൻ ആദ്യം ഈ ടൈം ആണ് ഇത് തുടങ്ങുന്നത്. ദാറ്റ് ഈസ് ലോഗ് എക്സ് ഇൻറ്റു dy by dx. ഈ ടൈം എഴുതി. ഈ ടൈമിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എക്സ് ഇൻറ്റു 1 by y എന്ന് പറഞ്ഞാൽ എക്സ് ബൈ വൈ ഇൻറ്റു dy by, അത് ലെഫ്റ്റ് വരുമ്പോൾ മൈനസ് എക്സ് ബൈ വൈ ഇൻറ്റു dy by dx. ഓക്കെ, റൈറ്റ് സൈഡ് ലോഗ് വൈ, dx ഇല്ലാത്ത ടൈം റൈറ്റ് സൈഡിലെ ലോഗ് വൈ, ലോഗ് വൈ ഇൻറ്റു 1 ലോഗ് വൈ. ഈ y ഇൻറ്റു 1 by x എന്ന് പറഞ്ഞാൽ y by x ആണ്. y by x അപ്പുറത്ത് നിന്ന് മൈനസ് y by x ആവും. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഡിവൈഡ്സ് ഉള്ള രണ്ട് ടേംസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് കോമൺ എടുക്കണം. ഡിവൈസിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ dy by dx ഇൻറ്റു ഇൻ ബ്രാക്കറ്റ് ഇവിടുന്ന് ലോഗ് എക്സ് കിട്ടും മൈനസ് എക്സ് ബൈ വൈ കിട്ടും. റൈറ്റ് സൈഡ് സെയിം, ലോഗ് വൈ മൈനസ് വൈ ബൈ എക്സ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അറിയാം, dy by dx. dy by dx വേണമെങ്കിൽ ആ റൈറ്റ് സൈഡ് കിടക്കുന്ന ലോഗ് വൈ മൈനസ് വൈ ബൈ എക്സിനെ ലോഗ് എക്സ് മൈനസ് എക്സ് ബൈ വൈ കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഇത്രയും കൊണ്ട് നിർത്തിയേക്കണം കേട്ടോ, പിന്നെ കൂടുതൽ ചെയ്യണ്ട. വേണമെങ്കിൽ ഇവിടെ ബൈ 1 കൊടുത്ത് മേതേടോ, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ ഇട്ടാൽ മതി. ഇതതിന്റെ ഫൈനൽ ആൻസർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. നമ്മുടെ രണ്ട് ക്വസ്റ്റൻസോടെ നമ്മൾ എടുത്തേക്കുന്നത്. ഒന്നാമത്തെ നോക്കിക്കേ, എക്സ് ഇൻറ്റു 4t y ഇൻറ്റു 4/2 ഫൈൻഡ് dy by dx. ഇത് എവിടുത്തെയാണെന്ന് ഓർമ്മയുണ്ടോ? ഇത് നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻ ആണ്.
ഇത് നോക്കിക്കേ, ഫൈൻഡ് ഡിവൈഡ്സ് വെൻ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈസ് ഈക്വൽ ടു 3aXy. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംപ്ലിസിറ്റ് ആണ്. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏത് ടൈപ്പ് ആണെന്ന് തിരിച്ചറിയാതെ പല കുട്ടികളും ചെയ്യാറുള്ളത്. ഇതൊന്നും മനസ്സിലാക്കാനുള്ള ടൈം അവർക്ക് കിട്ടുന്നില്ല, അതിനൊരു ക്ഷമയില്ല. മീൻസ് കുറച്ചെങ്കിലും വായിക്കുക, അങ്ങനത്തെ ഒരു മൈൻഡ് അല്ല ഇപ്പം. ഉടനെ എല്ലാം ചെയ്തു പോകണമെന്നൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്ന് മെനക്കെട്ട് ചെയ്യാനുള്ളൊരു മനസ്ഥിതിയില്ല. പക്ഷെ അതിന്റെ ഒരു പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക, ഫൈൻഡ് ഡിവൈഡ്സ് വെൻ x = 40 and y = 4/t. x = 40, y = 4/t. അപ്പൊ പാരാമീറ്ററിക് ആണ്. അപ്പൊ നമ്മൾ ആദ്യം x = 40 എന്ന് എടുക്കണം. എന്നിട്ട് അവിടുന്ന് dx/dt ചെയ്യണം. dx/dt ചെയ്യുമ്പോൾ 4t. നിങ്ങളുടെ t നമ്മൾ ഇത്ര നാളെ x ആയിട്ടാണ് കരുതേണ്ടത്. 4x ന്റെ ഡെറിവേറ്റീവ് എത്ര മോനെ? 4 ആ. അപ്പൊ 4t യുടെ ഡെറിവേറ്റീവും 4 തന്നെയാണ് കേട്ടോ. അപ്പൊ dx/dt is equal to 4. നെക്സ്റ്റ് y is equal to 4/t. അവിടുന്ന് dy/dt ചെയ്യണം. dy/dt ചെയ്യുമ്പോൾ 4/t നിങ്ങൾ കരുതേണ്ടത് 4/x ന്റെ ഡെറിവേറ്റീവിന് എങ്ങനെയാണ് അതേപോലെ 4/x ന്റെ ഡെറിവേറ്റീവ് അറിയണമെങ്കിൽ 1/x ന്റെ ഡെറിവേറ്റീവ് അറിയണം. 1/x ന്റേത് -1/x² ആണ്. അപ്പൊ 4/x ന്റെ വരുമ്പോൾ -4/x² കേട്ടോ. അപ്പൊ 4/t യുടെ വരുമ്പോൾ -4/t². അത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് അത് രണ്ടും കിട്ടി. therefore നമുക്ക് വേണ്ടതാരാ? dy/dx വേണമെങ്കിൽ dy/dt യെ dx/dt കൊണ്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ. dy/dt എന്ന് പറഞ്ഞാൽ -4/t² നെ dx/dt ആയ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ -4/t²/4 എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ എഴുതാം, -4/4t². ഇതിന്റെ ഡിനോമിനേറ്റർ ഇത് ഡിനോമിനേറ്റർ, അപ്പൊ രണ്ടും ചെയ്ത് ഒറ്റ ഡിനോമിനേറ്റർ, 4 ക്യാൻസൽ. -1/t² is the final answer. ഓക്കെ, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇത്രേ ഉള്ളൂ എന്നുള്ളത് അറിഞ്ഞെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പഠിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ്, ഫൈൻഡ് ഡിവൈഡ്സ് വെൻ x³ + y³ is equal to 3aXy. ഇത് എന്താണ്? ഇംപ്ലിസിറ്റ് ആണ്, ഒരു ഇക്വേഷൻ പോലെയാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് എന്ന് ആദ്യം എഴുതണം. ആദ്യം നമ്മൾ എന്നിട്ട് നോക്കണം x³. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് x³? ആരാമനെ? 3x². y³ ന്റെ അത് തന്നെ അവന് 3y². y³ x³ ഒക്കെ എഴുതുമല്ലോ. പക്ഷെ y യുടെ ആയതുകൊണ്ട് എന്തുകൊണ്ട് എഴുതണം? dy/dx. അപ്പോൾ x³ ന്റെ 3x², y³ ന്റെ 3y² ഇൻറ്റു dy/dx. റൈറ്റ് സൈഡ് നോക്കിക്കേ, 3aXy. അവിടെ ചെയ്യുമ്പോൾ xy നമുക്ക് ചെയ്യാൻ അറിയാം. ഏത് റൂൾ വേണം? പ്രോഡക്റ്റ് റൂൾ വേണേ. പക്ഷെ അതിന് മുമ്പായിട്ടുള്ള 3 ഉണ്ടല്ലോ. അപ്പൊ 3 ഇട്ട ശേഷം ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് xy പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇങ്ങനെയാണ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 3a ഇൻറ്റു എന്നിട്ട് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഉണ്ടല്ലോ. ഇനി ബ്രാക്കറ്റ് വേണമെങ്കിൽ ഇവിടെ 3 ഞാൻ ക്യാൻസൽ ആയിക്കളെ കേട്ടോ. 3 എല്ലായിടും 3 ഉണ്ട് കേട്ടോ. ഈ ടൈമിൽ 3, ഈ ടൈമിൽ 3, ഈ ടൈമിൽ ഫുൾ 3 ഉണ്ട്. 3 ക്യാൻസൽ ആയി. ബാക്കിയുള്ളത് x² + y² ഇൻറ്റു dy/dx. ഇവിടെ a അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ax ഇൻറ്റു dy/dx പ്ലസ് ay. a ഇൻറ്റു ഇത്, a ഇൻറ്റു ഇത്. ഇപ്പൊ നോക്കിക്കേ, ഡിവൈഡ്സ് ഉള്ള 2 ടൈംസ് ഉണ്ടോ? ds ഇല്ലാത്ത 2 ds ഇല്ലാത്തതിന്റെയോ. അപ്പൊ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരണം, ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരണം. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് y² ഇൻറ്റു dy/dx മൈനസ്. അപ്പൊ ഇത് എഴുതി ഇവനെ ഇപ്പുറത്തോട്ട് വിടുമ്പോൾ -ax ഇൻറ്റു dy/dx ഈക്വൽ ടു ay എഴുതി ഈ x² അപ്പുറത്ത് ഇടുമ്പോൾ -x². ഇവിടെ നമുക്ക് ഡിവൈഡ്സിനെ ഫോം എടുത്താൽ dy/dx ഇൻറ്റു അവിടുന്ന് നോക്കിക്കേ, ഇവിടുന്ന് ds പോയി കഴിഞ്ഞാൽ ഇവിടെ y² മൈനസ് ax. റൈറ്റ് സൈഡ് അതേപോലെ തന്നെ ay മൈനസ് x². നമുക്ക് വേണ്ടതാരാ? dy/dx വേണമെങ്കിൽ ഈ റൈറ്റ് സൈഡ് കിടക്കുന്ന ay മൈനസ് x²നെ y² മൈനസ് ax കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഇതെല്ലാം കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ളത് ചെയ്ത് പഠിച്ചെങ്കിലേ പ്രയോജനമുള്ളൂ. നമ്മുടെ പബ്ലിക് എക്സാമൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചില്ലെങ്കിൽ മാർക്ക് കുറയും. ഇപ്പോൾ ഒരു രീതിയിൽ അവര് കുട്ടികൾക്ക് മാർക്ക് കൊടുക്കുന്ന പരിപാടിയില്ല, എന്തെങ്കിലും എഴുതിയെങ്കിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ് ടു യുവർ പബ്ലിക് എക്സാം. ഓക്കെ, എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.